പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഏതാണ്ട് 2 മാസത്തോളം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു നിലയിൽ അല്ലെങ്കിൽ അതിൽ താഴെ പോളിംഗ് ശതമാനം എത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ വിവരം വരുമ്പോൾ 64.73% പേരാണ് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 5:20 വരെയുള്ള കണക്കാണ്. ഇപ്പോൾ 5:30 പിന്നിട്ടിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് വോട്ടെടുപ്പിന് ഉള്ളത്. ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് അവസാന മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താം എന്ന കണക്കുകൂട്ടലിൽ ചിലരൊക്കെ എത്തുന്നത് പലയിടങ്ങളിലും വലിയ ക്യൂ രൂപപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഒരു പക്ഷേ 70-ന് മുകളിലേക്കൊക്കെ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം എത്തിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനത്തെ നിമിഷത്തിലും BJP ബന്ധം എന്ന രാഷ്ട്രീയ ആരോപണം കൂടുതൽ ശക്തിയോടുകൂടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. BJP ബന്ധത്തിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഉടനടി കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം രാവിലെ മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ ശക്തമായ വിഷയമായി സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുകയാണ്. പല പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഏറ്റവും ഒടുവിൽ EP ജയരാജനെ പുറത്താക്കണമെന്ന ആവശ്യം UDF ഉന്നയിക്കുകയാണ്. MM ഹസന്റെ വാർത്താ സമ്മേളനം 7 മണിക്ക് വെച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണമാണ് ഇത്. വോട്ടെടുപ്പിന് ശേഷവും ഇത് ആളിക്കത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ജനങ്ങൾ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്നത് വേണം നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകളിൽ നിന്ന് കൂടി മനസ്സിലാക്കേണ്ടത്. 64.73% പേർ മാത്രമാണ് സംസ്ഥാനത്ത് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ബൈജു, കാസർഗോഡ് ഇപ്പോൾ ഏതാണ്ട് 68% പോളിംഗ് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തവണ 80% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ ഇടമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നാണ്. എന്താണ് ഇത്തവണത്തെ സാഹചര്യം? ഇപ്പോൾ അവസാന മണിക്കൂറിൽ എന്താണ് പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നത്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടച്ചേരി കുന്നുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൂത്തിലാണ്. ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇനിയും നിരവധി പേർ ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്നത്. ഇനി അരമണിക്കൂർ പോലും തികച്ചുമില്ല പോളിംഗ് അവസാനിക്കാൻ. പക്ഷേ ഇപ്പോഴും 100 കണക്കിന് പേരാണ് ഇവിടെ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നത്. ഇവരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നവരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്രയും പേർ ഇനി വോട്ട് ചെയ്യാനായി ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് തന്നെയാണ് പല ബൂത്തുകളിലും ഉള്ള അവസ്ഥയും. എന്തായാലും കണക്കുകളിലേക്ക് വന്നാൽ ഇപ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ ഈ 3 മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. പയ്യന്നൂർ മാത്രം 73%ലേക്കാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. ഇടത് ശക്തി കേന്ദ്രമാണ് ഈ 3 മണ്ഡലങ്ങളും. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വളരെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 63%. അപ്പോഴാണ് കല്യാശ്ശേരി, പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ 70 കടന്ന് പോളിംഗ് ശതമാനം എത്തുന്നത്. എന്തായാലും ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ ആശ്വാസമേകുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനം. എന്തായാലും കഴിഞ്ഞ തവണ 80% ഇത്തവണ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം വളരെ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ തോതിലുള്ള ഒരു പരാതി ഉയരുന്നത് ഇത്തരത്തിൽ മന്ദഗതിയിലാണ് ഈ പോളിംഗ് നടക്കുന്നതെന്നാണ്. പല സ്ഥലങ്ങളിലും 3 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ ഇത്തരത്തിൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. രാവിലെ 5:45 മുതൽ പോളിംഗ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ആൾക്കാരെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരൊക്കെ 11-12 മണിയാകുമ്പോൾ, അതായത് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് വോട്ട് ചെയ്ത് പോയത്. അത്തരത്തിൽ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതേ അവസ്ഥയാണ് എല്ലാ ബൂത്തുകളിലുള്ളത്. ഇനിയും 200-300 ആൾക്കാർ ഇത്തരത്തിൽ ഈ പുറത്തിങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. എന്തായാലും 7 മണി 8 മണിയോടുകൂടി മാത്രമേ ഈ പോളിംഗ് തീർച്ചയായും എന്തായാലും 8 മണിക്ക് എങ്കിലും മാത്രമായിരിക്കും കൃത്യമായ ഒരു കണക്ക് എത്ര എന്നത് അറിയാൻ കഴിയുക എന്നതാണ് KV ബൈജു സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ നഷ്ടമുണ്ടാകില്ല കാസർഗോഡിനെ സംബന്ധിച്ച് എന്നത് ബൈജു സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ 67% പിന്നിട്ടിരിക്കുന്നു കാസർഗോഡ്. ഏറ്റവും ഒടുവിൽ ഇനി 20 മിനിറ്റ് മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് കള്ളവോട്ട് പരാതി വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെട്ടൂർ ബൂത്തിലെ 23-ലെ ശൈലയുടെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു. പർദ്ദയിട്ട് വ്യാജ ആധാറുമായി എത്തി എന്നതാണ് സംശയിക്കുന്നത്. പത്തനംതിട്ടയിൽ ഇതുവരെ 7 കള്ളവോട്ട് പരാതി ഉണ്ടായിരിക്കുന്നു. തൊടുപുഴയിൽ നിന്നും സമാനമായ നിലയിൽ കള്ളവോട്ട് പരാതി. കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നു എന്നാണ് പരാതി. 63-66 നമ്പർ ബൂത്തുകളിലാണ് കള്ളവോട്ട് നടന്നത്. കരിമണ്ണൂർ സ്വദേശികളായ ജെസി, ജോസ്,
ഷാജു മാത്യു എന്നിവരുടെ വോട്ട് മറ്റാരോ ചെയ്തു. കള്ളവോട്ട് പരാതികൾ അടിക്കടി ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കള്ളവോട്ട് തടയാനുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും നടപടികളും ഒക്കെ ഉള്ളപ്പോഴും കള്ളവോട്ട് നടക്കുന്നു. ശശി നാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശി, അവിടെ വീണ്ടും പരാതി ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 7 പരാതി ഇതിനോടകം തന്നെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? രേണുക, വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കള്ളവോട്ട് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. കാരണം വിട്ടൂരിലെ 23-ാം നമ്പർ ബൂത്തിൽ ലൈല എന്ന ആൾ സ്ത്രീയുടെ വോട്ടാണ് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത്. വോട്ട് ചെയ്യാനെത്തിയ സമയത്ത് വോട്ട് മറ്റാരോചിച്ചതായി കണ്ടിരിക്കുന്നു. വ്യാജ ആധാറുമായി എത്തി വോട്ട് ചെയ്യുന്നതാണ് ഒരു പരാതിയായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 7ഓളം ഇടത്തിൽ 7 ബൂത്തുകളായി നടന്ന് കള്ളവോട്ട് നടന്നിട്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അവസാന നിമിഷത്തിലായ സമയത്ത് പോലും ഇത്തരം കള്ളവോട്ട് തടയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വോട്ട് ചെയ്ത് പോകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ബൂത്തിൽ ഇതിന്റെ എല്ലാ നിരീക്ഷണവും ക്യാമറകളും ഒക്കെ സജ്ജമാക്കിയിട്ട് പോലും മറ്റൊരാളുടെ വോട്ട് വളരെ തന്ത്രപൂർവ്വം വന്ന് ചെയ്തിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ട്. ഇതിനെതിരെ പരാതി UDFന്റെ നേതൃത്വത്തിൽ ആന്റോ സ്ഥാനാർത്ഥിയൊക്കെ ആന്റോണിക്ക് നേരത്തെ ചെയ്ത കുമ്പഴ വടക്കൽ ഒരു ബൂത്തിൽ ആന്റോണിക്ക് ചെയ്ത ഒരു വോട്ട് BJPക്ക് ലഭിച്ചതായിട്ടുള്ള പരാതിയുമായി ആന്റോണി അല്പം നേരം ആ ബൂത്തിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് അത് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ, വിവിധ ബൂത്തുകളിൽ ഈ 7ഓളം കള്ളവോട്ട് നടന്നാണ് ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പോളിംഗ് അവസാന ഘട്ടത്തിൽ എത്തിച്ചുകൊണ്ടൊരു വലിയ തിരക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നത്. സ്ത്രീകളാണ് ഏറെ കൂടുതലും ഈ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ ഉള്ളത്. ഏകദേശം 14,29,700 വോട്ടുകളാണ് നിലവിലുള്ളത്. അതിൽ 8,66,000 വോട്ടുകൾ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലാണ്, ഈ തിരക്കിനിടയിലാണ് ഇത്രയും കള്ളവോട്ട് തടയുന്നുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് വ്യാജ പർദ്ദ ധരിച്ച് എത്തി ആധാർ കാർഡുമായി വന്ന് വോട്ട് ചെയ്തിട്ട് ഈ വിട്ടൂർ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നു. എന്തായാലും വലിയ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത്. പരാതി ഇത് സംബന്ധിച്ച് പത്തനംതിട്ടയിൽ ഇതിനോടകം 60.36% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട നിലനിർത്താൻ ആന്റണിയും പിടിച്ചെടുക്കാൻ തോമസ് ഐസക്കും ശക്തി തെളിയിക്കാൻ BJP അനിൽ ആന്റണി ഇറക്കി ശക്തി തെളിയിക്കാനും ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇതിനോടകം 7 കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമാണ്. ഏറ്റവും ഒടുവിൽ 2 പേരുടെ പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. 5:40 ഏറ്റവും പുതിയ കണക്കുകൾ വരികയാണ്. 5:40 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 64.73% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 64.74% പേർ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5:40